അപകട പരമ്പര പലയിടങ്ങളിൽ ഇങ്ങനെ തുടരുകയാണ്. ഇന്നും ഒരുപാട് കാര്യങ്ങൾ കേട്ടു. എന്തെല്ലാം നിർദ്ദേശങ്ങൾ മന്ത്രി മുന്നിലേക്ക് വെച്ചിട്ടുണ്ട്? എന്തായിരുന്നു ഈ യോഗത്തിൽ ഉൾപ്പെടെ ഉണ്ടായ തീരുമാനങ്ങൾ? പൂജ, ഈ അടിക്കടി ഇത്തരത്തിലുള്ള അപകടങ്ങൾ ആവർത്തിക്കുന്നതോടുകൂടിയാണ് ഇന്ന് അടിയന്തരമായി ഒരു വിശാലമായ യോഗം വിളിച്ചത്. പോലീസിന്റെ ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു, അതോടൊപ്പം തന്നെ മോട്ടോർ വാഹന വകുപ്പിന്റെയും PWDയുടെയും നാഷണൽ ഹൈവേ അതോറിറ്റിയുടെയും KSTPയുടെയും എല്ലാം പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരുടെ എല്ലാം നേതൃത്വത്തിലുള്ള യോഗമാണ് ഇന്ന് മന്ത്രി വിളിച്ചത്. അതിലാണ് സുപ്രധാനമായിട്ടുള്ള തീരുമാനങ്ങൾ ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത്. അതിൽ പ്രധാനമായും പനയമ്പാട്ട് അപകടവുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അത് റോഡിന്റെ അശാസ്ത്രീയമായ രീതിയുണ്ട്. അതോടൊപ്പം തന്നെ അത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ഉടൻ തന്നെ തുടങ്ങും. അത് ഒരാഴ്ചയ്ക്കകം തന്നെ അതുമായി ബന്ധപ്പെട്ട് വിശദമായ ഒരു രൂപരേഖ നൽകാനുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ താൽക്കാലികമായി ആ റോഡിൽ ഒരു ഡിവൈഡർ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പോലും അത് സ്ഥിരമായിട്ട് പെർമനന്റ് ആയിട്ടൊരു ഡിവൈഡർ അവിടെ ഉണ്ടാകും. ഒപ്പം തന്നെ ആ റോഡിന് ഫ്രിക്ഷൻ കൂട്ടുന്നതിന് വേണ്ടി, വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ, ആ രൂപമാറ്റം അടക്കമുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിലൊക്കെ തന്നെ പെട്ടെന്ന് തന്നെ ഉണ്ടാകുമെന്നുള്ളതാണ് മന്ത്രി പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ മത്സരയോട്ടവുമായി ബന്ധപ്പെട്ട് നേരത്തെ കിഴക്കേക്കോട്ടയിലൊക്കെ നമുക്കറിയാം KSRTCയും അതോടൊപ്പം തന്നെ പ്രൈവറ്റ് ബസ്സും തമ്മിലുള്ള മത്സരയോട്ടം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ അറിയാം. അവിടെ ഉണ്ടായ അപകടങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. അതിൻ്റെയൊക്കെ ഒരു പരിഹാരം എന്നുള്ള രീതിയിൽ ഇന്നലെ പ്രൈവറ്റ് ബസ്സുകാരുടെ ഒരു യോഗം വിളിച്ചിരുന്നു, സംഘടനകളുടെ യോഗം വിളിച്ചിരുന്നു. അതിൽ പ്രധാനമായും ചില സുപ്രധാനമായ നിർദ്ദേശങ്ങൾ മന്ത്രിയുടെ ഭാഗത്തു നിന്നും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതായത് ഡ്രൈവർമാർക്കും അതോടൊപ്പം തന്നെ കണ്ടക്ടർമാർക്കും കൃത്യമായ രീതിയിൽ മോട്ടോർ വാഹന വകുപ്പ് ഇനി മുതൽ പഠിപ്പിക്കും, അവരെ കാര്യങ്ങൾ കൂടുതൽ പഠിപ്പിക്കും, അവർക്ക് വേണ്ടുന്ന മാർഗദർശനം. ശരി സ്റ്റെഫൻ, എന്തായാലും ആ രീതിയിൽ പല തലങ്ങളിൽ ചർച്ചകളും നടക്കുന്നുണ്ട്. ഈ അപകടങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് പ്രധാനം.